ഹായ്, വീട് സ്വപ്നമല്ലാത്ത മലയാളികൾ ഉണ്ടാകുമോ? ഇല്ല അല്ലേ? സ്വന്തമായിട്ടൊരു വീട് എല്ലാവരുടെയും ഡ്രീം തന്നെയാണ്. വയനാട് കൽപ്പറ്റയ്ക്കടുത്ത് അമ്പലേരി എന്ന സ്ഥലത്താണ് നമ്മൾ ഇന്നുള്ളത്. ഇവിടെ ഷാജഹാൻ ഷെറിൻ ദമ്പതികൾക്കായി മലപ്പുറത്തുള്ള എക്സ്പെർട്ട് ഹോം ബിൽഡേഴ്സ് നിർമ്മിച്ചു നൽകിയ ഒരു അടിപൊളി വീടാണ് ഞാൻ നിങ്ങൾക്കായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവരുടെ പ്രത്യേകത എന്തെന്നാൽ പ്ലാനിംഗ് മുതൽ കീ ഹാൻഡ് ഓവർ വരെ ചെയ്യുന്നത് എക്സ്പെർട്ട് ഹോം ബിൽഡേഴ്സ് ആണ്. ചന്ദ്രത്തിൽ എന്ന ഈ വീട് 2 നിലകളിലായി 4 ബെഡ്റൂമോട് കൂടി 2500 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ട് ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ വീട് ഒന്ന് കാണാം. ഹലോ, എൻ്റെ പേര് ഷാജഹാൻ എന്നാണ്. എൻ്റെ വൈഫ് ഷെറിൻ, ഉമ്മ ആയിഷ, 3 കുട്ടികളുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഫാർമസിസ്റ്റ് ആണ്. ഒമാനിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഫാർമസിസ്റ്റ്. ഓക്കെ, രണ്ടുപേരും അവിടെയാണ്. അപ്പൊ നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതാണ് നമ്മുടെ എക്സ്പെർട്ട് ഹോം ബിൽഡേഴ്സ് ഈ വീട് മൊത്തം പണിതിട്ടുള്ളത്. അതെ അതെ. ഓക്കെ, വീടിന് മുന്നിൽ ഒരു ബോക്സ് ടൈപ്പ് ടെലിവിഷൻ കൊടുത്തിട്ടാണ് കാർ പോർച്ചും സിറ്റ് ഔട്ടും സെറ്റ് ചെയ്തിട്ടുള്ളത്. സൈഡിലായി കാർ പോർച്ചും അതിനോടൊപ്പം തന്നെ ഈ ഒരു സിറ്റ് ഔട്ടും വളരെ മനോഹരമായി നൽകിയിട്ടുണ്ട്. വീട്ടിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ ലിവിങ് ഏരിയ നല്ല പേസ്റ്റൽ കളേഴ്സിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് TV വെക്കാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള 2 ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് അവരതിൻ്റെ ഡെക്കോർ ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ കുറച്ച് നല്ല മെറ്റൽ ഷെയ്ഡ്സിൽ വരുന്ന കുറച്ച് ഡെക്കേഴ്സൊക്കെ കൊടുത്ത് ലൈറ്റിങ്ങും ഫാനും സീലിങ്ങും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണാം നല്ലൊരു ഊഞ്ഞാലുണ്ട്. ആരായാലും കണ്ടാലൊന്ന് കയറിയിരുന്നു പോകും. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ വീടിൻ്റെ എല്ലാ ഏരിയാസും, അതായത് താഴെയുള്ള എല്ലാ ഏരിയാസും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നല്ല ലൈറ്റിങ്ങും ആണ്. എല്ലാവരുടെയും ഒരു റിലാക്സിങ് സ്പോട്ട് കൂടിയാണ് വീട്ടിലെ ഊഞ്ഞാലിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതും മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ബിൽഡേഴ്സ് അവിടെ ഊഞ്ഞാലിനുള്ളൊരു സ്പോട്ടും കൊടുത്തിട്ടുണ്ട്. വളരെ അടിപൊളിയായി. നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ബിഫോർ ദാറ്റ് നമുക്ക് നല്ല മനോഹരമായ സ്റ്റെയർസ് കാണാം. ഇൻഡസ്ട്രിയൽ സ്ട്രക്ചറിൽ വുഡൻ ഫ്ലോറിംഗ് വെച്ച് ഈ ഒരു വീടിന് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ സ്റ്റെയർസും നമ്മുടെ ബിൽഡേഴ്സ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ താഴെയുള്ള വശവും ഒട്ടും വേസ്റ്റ് ചെയ്യാതെ സ്പേസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ പർഗോളാസ് വെച്ച് ഒപ്പം തന്നെ ഗ്ലാസ് വെച്ച് നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല വെളിച്ചമൊക്കെ കിടക്കുന്ന രീതിയിൽ ഭയങ്കര മനോഹരമായിട്ട് നമുക്കൊരു ഫോട്ടോസിനൊക്കെ പറ്റിയ ഒരു ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ. ഒപ്പം തന്നെ ഈ സ്റ്റെയറിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്കിതാ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സെറ്റിയാണ് ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു കളറിൽ നമ്മുടെ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ പോണത് ഇതാ നമ്മുടെ ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാൾ വളരെ മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സിൽ ഇതാ ബാക്കിലൊക്കെ ഉള്ള അതേ കളേഴ്സിൻ്റെ ഒരു മാച്ചിങ് ആയിട്ടുള്ള കളറിൽ ഒരു 8 സീറ്റർ ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡെക്കറൊക്കെ വെച്ച് ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റിങ്ങും എല്ലാം ഉണ്ട് പ്രോപ്പറായിട്ട്. ദെൻ നമ്മുടെ ഓപ്പൺ കിച്ചൺ ഏരിയ ആണ്. ഇവിടുന്ന് നമുക്ക് ഫുഡ് ഇങ്ങോട്ടേക്ക് സെർവ് ചെയ്യാം. ഒപ്പം തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് എടുത്ത് വെക്കാം. വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് അടിപൊളിയായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോവാണ് കിച്ചൺ. ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിലാണ് നമ്മൾ കിച്ചൺ ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഫുൾ കബോർഡ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതാ ഓരോന്നും പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ഇതാ നമുക്കൊരു കബോർഡ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളാണ്, അടിപൊളിയായിട്ടുള്ള സാധനങ്ങളെല്ലാം വെച്ച് പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കബോർഡാണ്. എല്ലാ സ്പേസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആണ് നമ്മുടെ റെഫ്രിജറേറ്റർ വെച്ച ഈ ഒരു പോർഷൻ. കിച്ചണിൽ ഒരു ഡിസ്റ്റർബൻസും കൂടാതെ എല്ലാവർക്കും വന്ന് നന്നായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോർഷനിലാണ് നമ്മൾ റെഫ്രിജറേറ്റർ കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ഒരു ബിസി ഷെഡ്യൂൾസിൽ കിച്ചണിലും നമുക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്യുക എന്നൊരു കോൺസെപ്റ്റിൽ വേറെ ആളുകൾക്കെല്ലാം കുക്ക് ചെയ്യുന്ന ആളല്ലാതെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും നമ്മുടെ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ താഴെ കബോർഡ്സും കൊടുത്തിട്ടുണ്ട്. ഒരു മോഡുലാർ കിച്ചൻ്റെ മറ്റൊരു സവിശേഷത കൂടിയാണ് ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. കിച്ചൻ്റെ ഏറ്റവും ഹൃദയ ഭാഗത്തേക്ക് അല്ലെങ്കിൽ പ്രധാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഒരു ഇലക്ട്രിക് ചിമ്നി നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ വേവ് ചെയ്യുന്ന സമയത്ത് ഓൺ ആകാനും ഓഫ് ആകാനും പറ്റുന്ന രീതിയിലുള്ള ഇലക്ട്രിക് ചിമ്നീസ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കിതങ്ങനെ ക്യൂട്ട് ബോട്ടിൽസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. ദെൻ
ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സിങ്ക്, മൾട്ടി പർപ്പസ് സിങ്ക് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഒരു സ്മൂത്ത് വർക്കിംഗ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മെയിൻ ഹൈലൈറ്റ് നമുക്കിനി ഗ്ലാസസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് WBC മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടാണ്. ഇത് വളരെ ലാസ്റ്റിംഗ് ആണ്, ഒപ്പം തന്നെ വാട്ടർ റെസിസ്റ്റൻറ്റുമാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ. നമ്മുടെ ഈ ഒരു പേസ്റ്റൽ ഗ്രീനിന് കോൺട്രാസ്റ്റീവ് ആയിട്ട് നല്ലൊരു ബ്ലാക്ക് കളറിൽ ഷട്ടർ മോഡൽ ഒരു കബോർഡും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അമ്മമാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഷട്ടർ ഏരിയ ആണിത്. കിച്ചൻ്റെ അടുത്തായിട്ട് തന്നെ കിച്ചൻ്റെ അതേ കളർ പാറ്റേണിൽ നമുക്കൊരു ചെറിയൊരു ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര സ്മാർട്ടായിട്ട് നമുക്ക് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ ബാക്കിയുള്ളതും അറേഞ്ച് ചെയ്യാവുന്നതാണ് ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ച്. ഡൈനിങ് ഹാളിൽ നിന്ന് വാഷിംഗ് സ്പേസ് ചെറിയൊരു പ്രൈവറ്റ് ഏരിയ പോലെ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ട് നല്ല ചെറിയൊരു മിററൊക്കെ ആയി ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് വളരെ രസത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് ഡെക്കോർസ് ഒക്കെ ചെയ്ത് പ്ലാന്റ്സ് ഒക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കിലാണ് ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം കുട്ടി കുട്ടി ഡെക്കോർസ് ഒക്കെ വെച്ച് നല്ല ലൈറ്റിംഗ് ഒക്കെ വെച്ച് വളരെ എലഗൻറ്റ് ലുക്കിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു വാൾഡ്രോപ്പ് ഉണ്ട്. ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു വൈറ്റ് കളറിൽ നല്ല രീതിയിലുള്ള സ്പേഷ്യസ്, അത്യാവശ്യം നന്നായി നമുക്ക് സ്പേസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വലിയൊരു വാൾഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോൺസെപ്റ്റ് തന്നെ, എൻറ്റയർ കോൺസെപ്റ്റ് തന്നെ സ്പേസ് യൂട്ടിലൈസേഷനാണ്. അതിൻ്റെ മെയിൻ ഭാഗമായിട്ടൊരു ബേ വിൻഡോ കൂടെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഫോൾ സീലിംഗ് വെച്ച് നല്ല പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് സിമ്പിളായ രീതിയിൽ സീലിംഗും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ റൂം. വാൾഡ്രോപ്പിലൊന്നും മിറർ യൂസ് ചെയ്യാതെ നല്ല സ്പേഷ്യസ് ആയ രീതിയിൽ നമുക്ക് നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ എൻറ്റയർ കോസ്റ്റ്യൂം കാണുന്ന രീതിയിൽ ഈ ഒരു ഏരിയയിലായിട്ട് നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിഡ്സ് റൂം ആണെങ്കിലും പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഉപയോഗിച്ച് ചെറിയ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു വാവ കിടന്ന് ഉറങ്ങുന്നുണ്ട്. സോ നമുക്ക് അധികം ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് അടുത്ത പോർഷനിലോട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിവിങ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു പ്രെയർ ഹാൾ ഉണ്ട്. അതിനെ പർഗോളാസ് വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പ്രെയർ റൂം ഒന്ന് നോക്കാം. ഹലോ ഹലോ, വരൂ. ഇതാണ് പ്രെയർ റൂം. അതെ. അപ്പോൾ ഈ പ്രെയർ റൂം നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത തോന്നുന്നു. സാധാരണ എല്ലാ റൂമിലും, നമ്മുടെ ഈ ഒരു വീടിലുള്ള എല്ലാ റൂമിലും പുതിയ പുതിയ ഫർണിച്ചേഴ്സും പുതിയ പുതിയ ഇന്റീരിയേഴ്സും ആണ്. ഇവിടെ എന്താണ് ഈ ഒരു അലമാര, പഴയ ഒരു അലമാര? ഇത് എൻ്റെ ഉപ്പ 30 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ, ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടാക്കിയ ഒരു അലമാരയാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഉപ്പാൻ്റെ ഓർമ്മയ്ക്ക് ഇവിടെ തന്നെ പ്ലേസ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഈ അലമാര ഓർമ്മയ്ക്കായിട്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 30 years പഴക്കമുള്ള ഒരു അൽമാര നമ്മുടെ ഈ ഒരു പ്രയർ റൂമിലുണ്ട്. ഇനി നമുക്ക് അപ്സ്റ്റെയറിലുള്ള ഡീറ്റെയിലിംഗ് നോക്കാം. നമ്മൾ സ്റ്റെപ്പ് കയറി എത്തുന്നത് തന്നെ ഒരു വിശാലമായിട്ടുള്ള ഒരു ഹാളിലേക്കാണ്. ഹാൾ കം റീഡിങ് ഏരിയ ആണ്. ഇവിടെ നമ്മളിതാ ബുക്സൊക്കെ അടുക്കി വെക്കുന്നതിന് വേണ്ടി നല്ലൊരു ഷെൽഫ്, ഒപ്പം തന്നെ നമുക്ക് ഇരുന്ന് കിടന്നൊക്കെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു റീഡിങ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കാണാം തൊട്ടടുത്ത് മറ്റൊരു സെറ്റ് കൂടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബുക്സൊക്കെ വായിക്കാം. നല്ല വെളിച്ചമുള്ള, ഒപ്പം തന്നെ ഭയങ്കരമായിട്ട് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റീഡിങ് ഏരിയയാണ് മുകളിൽ തന്നെ നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇവിടെ 2 റൂംസും അവൈലബിൾ ആണ്. അപ്സ്റ്റെയറിലുള്ള റൂംസ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ താഴെ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് മുകളിലുള്ള റൂംസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ലൈറ്റിങ്ങും നമുക്ക് കാണാം. മേലെ തന്നെ കണ്ടോ, ഗ്ലാസ് ഒക്കെ വെച്ച് ഭയങ്കര ലൈറ്റിങ്ങും, എന്നാൽ നല്ല പേസ്റ്റൽ കളേഴ്സിലും. നമ്മുടെ ഫാമിലി തന്നെ പേസ്റ്റൽ കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ്. നമ്മൾ കണ്ടു ചുറ്റുപാടെല്ലാം അങ്ങനത്തെ ഒരു കളറാണ്. ഈവൻ ഇവിടെ കർട്ടൻസ് വരെ ആ ഒരു കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവിടെയും സ്പേസ് അറേഞ്ച്മെന്റ് പോലെ തന്നെ നല്ല വാൾ ഡ്രോപ്സും എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മിറേഴ്സ് ഉണ്ട്, നമുക്ക് മേക്കപ്പ് ചെയ്യാനും എല്ലാത്തിനും പറ്റിയ രീതിയിൽ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മുഖം കാണാം. പിന്നെ ചെറിയ ചെറിയ കുട്ടി കുട്ടി ഡെക്കോർട്സും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തുന്നത് തന്നെ വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസിലേക്കാണ്. നല്ല ഗ്ലാസ് എല്ലാം വെച്ച് അടിപൊളിയായി ബാൽക്കണി ഏരിയ.
വ്യത്യാസമുള്ളൊരു വീട് എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവരെ സമീപിച്ചു. അങ്ങനെ അവർ നമുക്ക് ആ ഒരു സ്ട്രക്ചർ വേണ്ട, 3 സ്ട്രക്ചറായിട്ട് കൊളോണിയലും കണ്ടംപററിയും അതുപോലെ ആ ബോക്സ് ടൈപ്പ് വീട് പോലെ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു രൂപം ഉണ്ടാക്കി തന്നു. അതിന്റെ ബേസിലാണ് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഇതുപോലെ എക്സ്പേർട്ട് ഹോം ബിൽഡേഴ്സ് പോലുള്ള ടീമിനെ നമ്മുടെ A to Z കാര്യങ്ങൾ പ്ലാനിങ് മുതൽ കീ ഹാൻഡ് ഓവർ വരെ ഇങ്ങനെ കൊടുക്കുന്നതിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നമ്മളെ പോലത്തെ കസ്റ്റമേഴ്സിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? 24 hours രാത്രിയാണെങ്കിൽ അവർ ഫോൺ എടുക്കും. ചില സമയത്ത് നമുക്ക് ഫോണിൽ ആൾക്കാരെ കിട്ടാറില്ല. ഇതിന് മുമ്പ് പലതവണ നമ്മൾ അനുഭവിച്ചാണ്. പക്ഷേ ഇത് എല്ലാ വീഡിയോസും അപ്ഡേറ്റ് ആയി അവർ അയച്ചു. അപ്പോൾ എല്ലാ കാര്യത്തിനും സൊല്യൂഷനും ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാം പർച്ചേസ് ചെയ്തത് നമ്മുടെ ഒരു പ്രസൻസ് ഉള്ള പോലെ തന്നെയാണ്. അവർ ഫോട്ടോസ് അയച്ചു നമ്മൾ സെലക്ട് ചെയ്തു. എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഇരിക്കുന്ന അതേ ഫീലിങ്സ് ആണ് നമുക്ക് അവിടെ ഇരുന്ന് കിട്ടിയത്. നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇനിയിപ്പോ താത്താനോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നമാണ് അടുക്കളയുടെ ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ. അപ്പൊ നമ്മൾ ചിലപ്പോൾ അത് കുറവായിരുന്നു ഇത് കുറവായിരുന്നു, വീട് കണി എല്ലാം ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇതുണ്ടാവില്ലേ പറയാന്, അയ്യോ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയില്ല, നമ്മൾ കുറച്ചും കൂടെ സ്പേസ് വേണമായിരുന്നു, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ ആ സമയം മുതൽ ഫോണിൽ എപ്പോഴും വിളിച്ച് വീഡിയോ കോൾ കണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഒക്കെ കറക്റ്റ് ആയിട്ട് അവർ ചെയ്തത്. വന്നു കഴിഞ്ഞപ്പോ സന്തോഷം തന്നെ, നല്ലോണം ചെയ്തിട്ടുണ്ട്. അങ്ങനൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ചെറുത് ലാസ്റ്റ് ടൈം ഞാൻ വന്നായിരുന്നു. അപ്പൊ ചിലത് തോന്നിയത് അവരപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് തരുകയും ചെയ്തു. മലപ്പുറത്തുള്ള എക്സ്പേർട്ട് ഹോം ബിൽഡേഴ്സിനെ എങ്ങനെയാണ് ഷാജഹാൻക വയനാട്ടിൽ ഇങ്ങനെ ഒരു വീട് പണിയുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചത്? അതെങ്ങനെയാണ് അവരെ പറ്റിയുള്ള അറിവുണ്ടായത്? അതെൻ്റെ ഒരു സുഹൃത്ത് വഴി അവരെ വിവരം കിട്ടിയതാണ്. അപ്പം നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ വീടിനെ പറ്റി, സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. അപ്പം വ്യത്യസ്തമായൊരു വീട് ചെയ്യാനുള്ള ആശയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അതുപോലെ ചെയ്യുന്ന ഒരാൾക്കാരെ തിരഞ്ഞെടുക്കായിരുന്നു. അപ്പോൾ ഇവരോട് ബന്ധപ്പെട്ടപ്പോൾ ഇവരുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ കൺസെപ്റ്റുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ വീഡിയോസിലുണ്ട്. ഓരോ വീഡിയോസ് നോക്കിയാൽ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഞാൻ അവരെ ധൈര്യപൂർവ്വം ഈ ജോലി ഏൽപ്പിച്ചു. ഓക്കെ.